ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കോഴികളെ എങ്ങനെയാണ് അടവയ്ക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. വീഡിയോ കണ്ടിട്ട് ഉപകാരപ്രദമായി തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സാധാരണയായി കോഴിയെ അടവയ്ക്കുന്നത് പരന്ന പാത്രങ്ങളിലാണ്. ഇത്തവണ തക്കാളിപ്പെട്ടി എന്നൊക്കെ പറയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണ് അടവച്ചിരുന്നത്. അതിലാവശ്യത്തിന് വൈക്കോല് നിറച്ചിട്ട് അതിൽ നമ്മൾ ഒരു കഷ്ണം പച്ചമഞ്ഞളിൻ്റെ കഷ്ണം വയ്ക്കും. പിന്നെ നമ്മൾ കരിക്കട്ട ഉണ്ടല്ലോ, വിറകൊക്കെ കത്തിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന കരിക്കട്ട 3-4 കഷ്ണം വയ്ക്കും. അതിൻ്റെ കൂടെ തന്നെ ഇരുമ്പ് വയ്ക്കണം എന്നുള്ളത് കൊണ്ട് ഇരുമ്പാണി 3-4 ഇരുമ്പാണി ചെറുത് വൈക്കോലിൻ്റെ ഇടയിലായിട്ട്, ഇതെല്ലാം വൈക്കോലിൻ്റെ ഇടയിൽ ആയിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. പിന്നെ വൈക്കോലിൻ്റെ മേലെ കുറച്ച് ചാരം കൂടി തൂവി കൊടുക്കും. കാരണം കോഴിപ്പയം വരാതിരിക്കാൻ ചാരം നല്ലതാണ്. അതേപോലെ കോഴിയുടെ ദേഹത്തും കുറച്ച് ചാരം, വളരെ കുറച്ച് നേരിയ തോതിൽ തൂവിക്കൊടുക്കും. അത് കോഴിപ്പേന് വരാതിരിക്കാനായിട്ട് വളരെയധികം നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ അമ്മയും അമ്മയുടെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ സാധാരണയായി അടവയ്ക്കാറ്. സാധാരണ കോഴിയെ പിടിച്ചിരുത്തി അട വയ്ക്കേണ്ടി വരാറുണ്ട്. ഇത്തവണ അവൾ തന്നെ പോയി ഇരുന്ന് അടയിരുന്നു. അപ്പോൾ അത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക. അപ്പോൾ അടവച്ച കുഞ്ഞുങ്ങൾ വിരിഞ്ഞോ, മുട്ട വിരിഞ്ഞോ എന്നറിയാൻ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇത് രാവിലെയാണ്. രാവിലെ തന്നെ നമ്മൾ വന്ന് നോക്കുകയാണ്. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ അത് മാറ്റി കോഴിയെ പൊക്കിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ 6 മുട്ടയാണ് നമ്മൾ അട വച്ചിരുന്നത്. അതിൽ 3 മുട്ട വിരിഞ്ഞിട്ടുണ്ട്. ഒരു മുട്ടയിൽ ഒരു ചെറുതായിട്ടൊരു ചിന്നൽ പൊട്ടൽ കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെ വിരിഞ്ഞോളും എന്ന് മനസ്സിലായി. ബാക്കി 2 മുട്ട നമ്മൾ ചെറുതായി കൈ കൊണ്ടൊന്ന് പൊട്ടിച്ച് വെച്ച് കോഴിയുടെ അടിയിലേക്ക് തന്നെ വെച്ച് കൊടുത്തു. അപ്പോൾ ചൂട് കൊണ്ട് അത് ഉച്ചയാകുമ്പോഴേക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് വിരിയുമെന്ന് വിചാരിച്ച് നമ്മളത് അങ്ങനെ പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മുട്ട ഓൾറെഡി ഒന്നും ചെയ്യാതെ തന്നെ വിരിഞ്ഞ് 3 നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ 3 മുട്ടയുടെ വേസ്റ്റ്, വിരിഞ്ഞ മുട്ട തൊണ്ടുകളൊക്കെ എടുത്ത് മാറ്റുന്നതാണ് നിങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ അത് അതിൽ കിടന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കോഴിക്കും ബുദ്ധിമുട്ടായിരിക്കും അടയിരിക്കാനായിട്ട്. ബാക്കിയുള്ള മുട്ടകൾ വിരിയാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പം വിരിഞ്ഞ 3 മുട്ടയുടെ തൊണ്ടൊക്കെ നമ്മളെടുത്ത് മാറ്റി. അത് കഴിഞ്ഞ് വിരിയാത്ത, ഒട്ടും പൊട്ടലില്ലാത്ത മുട്ടകൾ നമ്മൾ 2 ചെറിയ രീതിയിൽ അതൊന്ന് പൊട്ടിച്ചിട്ട് കോഴിയുടെ അടിയിലേക്ക് തന്നെ വച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമാണ് പിന്നെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും 5 കുഞ്ഞുങ്ങളും ആയിട്ടുണ്ടായിരുന്നു. ഒരു മുട്ട കേടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുത്ത് കളഞ്ഞു. അപ്പോൾ 6 വെച്ചിട്ട് നമുക്ക് 5 ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടിയിരുന്നു. അപ്പോൾ അപ്പു വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നപ്പോഴേക്കും കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പുവിന് വളരെ സന്തോഷമായി. അപ്പോൾ അവൻ അതൊക്കെ നോക്കി കോഴിക്കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തും ഒക്കെ നിൽക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ കോഴി അടയിരിക്കാൻ തന്നെ പോരുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കാണുക. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല ആക്റ്റീവാണ്. അപ്പോൾ അപ്പൂന് അതിനെ കയ്യിലെടുക്കണം, കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ആയതുകൊണ്ട് വേണ്ട, 2 ദിവസം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവൻ കേട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.